ദയവായി തുടരുക. സുരേഷിനോട് ചോദിക്കാനുണ്ടോ? അതെ, അഡ്വക്കേറ്റ് എസ് സുരേഷ്, ദില്ലി പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് ഈ ഒരു സമയത്ത് കേന്ദ്രത്തിനെതിരെ, കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ പോലും യോജിക്കാൻ ഇവിടെ LDFനും UDFനും കഴിയുന്നില്ല. ഒന്നിച്ചെതിർത്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ മൈലേജിന് ഒരു കോട്ടം തട്ടും എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നു. ഞങ്ങളില്ല ഒപ്പം, സംസ്ഥാനത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നു. അവിടെ കേന്ദ്ര സർക്കാരിന് ഇത് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബോണസായി മാറുകയാണോ? അതായത് സംസ്ഥാനത്ത് പോലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് LDFനും UDFനും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അതാണോ നിങ്ങളുടെ ആയുധം? സുജയ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് 2000 മുതലെങ്കിലും കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 2004 മുതൽ ആ സമയത്ത് മുഴുവൻ 2004 മുതൽ 2014 വരെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ KV തോമസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കേരളത്തിൽ നിന്ന് 8-9 മന്ത്രിമാർ ഉൾപ്പെടെ കോൺഗ്രസും CPM ഉൾപ്പെടെ ഇന്ത്യ ഭരിച്ചിരുന്നു. ആ ഭരിച്ചിരുന്ന സമയത്ത് കിട്ടിയതിനേക്കാൾ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും എത്രയോ മടങ്ങ്, 10 മടങ്ങും 15 മടങ്ങും ഒക്കെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രവിഹിതം. അപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രവിഹിതം അത് അടിസ്ഥാന വികസന രംഗത്താണെങ്കിലും, അത് വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും, ദേശീയപാത വികസനമാണെങ്കിലും, റെയിൽവേ വികസനമാണെങ്കിലും, കേരളത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് 4000 കോടി രൂപ, അതിനു മുമ്പ് 7800 കോടി രൂപ, ഇങ്ങനെ 10,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണെങ്കിലും, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക്, ബ്ലോക്കുകൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് ഉൾപ്പെടെ നൽകുന്ന പദ്ധതി വിഹിതങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഗണ്യമായ എത്രയോ മടങ്ങ് ആണ് ഇന്ന് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രീ KV തോമസിന് പോലും നിഷേധിക്കാൻ സാധ്യമല്ല. അതിൻ്റെ കണക്കുകൾ അദ്ദേഹം നിഷേധിച്ചാൽ നമുക്ക് കണക്കുകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്താം. ഇനി അത് ഒരു വസ്തുതയായിട്ട് നിൽക്കുന്നു. ഇവിടെ നീതി ആയോഗ് എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്ത്യക്ക് സമഗ്രമായിട്ടുള്ളതാണ്. പ്ലാനിംഗ് ബോർഡ് മാറ്റിയിട്ട് നീതി ആയോഗ് വന്നതോടുകൂടി മുഖ്യമന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും നീതി ആയോഗുമായിട്ട് സംവദിക്കാനും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറ്റുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതയ്ക്കപ്പുറം സകലരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സമീപനം നീതി ആയോഗ് വഴി സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ശ്രീ സുരേഷ്, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചാൽ, നേരത്തെ സുജയ ചോദിച്ചതിൻ്റെ തന്നെ തുടർച്ച എന്നുള്ള നിലയിൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം. സാധാരണഗതിയിൽ ഇപ്പോൾ വി മുരളീധരനോ അല്ലെങ്കിൽ ഇവിടെയുള്ള KN ബാലഗോപാലോ കുറേ കണക്കുകൾ പറയും. ഇത് രണ്ടും മനസ്സിലാകാത്ത ആളുകൾ അത് കെട്ടിപ്പൂട്ടി വെക്കും. അതേക്കുറിച്ച് ഒരു വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാകില്ല. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ 3.9 കിട്ടുമായിരുന്നു, ഇപ്പോൾ അത് 1.8 ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 10,40,000 കോടി രൂപയുടെ നഷ്ടം ആ തരത്തിൽ തന്നെ. നോക്കൂ, 1,05,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി 2014 ഒരു ബാക്ക്ഡോർ ചർച്ച നടത്തി ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ ഫണ്ട് സിഗ്നിഫിക്കലി കട്ട് ചെയ്യാൻ, വളരെ നിർണായകമായ തോതിലുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട എന്ന് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO-യാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ രാജ്യ സർക്കാരിനെതിരെ ഇത്രയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ശ്രീ സുരേഷ്. അപ്പോൾ പിന്നെ ഇവരൊക്കെ, അത് വെറും പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരന്തര പരാതിയാണിത്. ആ പരാതി സാധൂകരിക്കപ്പെടുകയല്ലേ? ശ്രീ നികേഷ്, ഈ നീതി ആയോഗിൻ്റെ CEO ഇങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിവില്ല. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇവിടുത്തെ മന്ത്രിമാർക്ക് പോലും, സംസ്ഥാന മന്ത്രിമാർക്ക് പോലും നീതി ആയോഗുമായിട്ട് സംസാരിക്കാനുള്ള വേദികളുണ്ട് എന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നീതി ആയോഗുമായിട്ട് സംസാരിക്കാൻ പുറംവാതിലൂടെയൊക്കെ വരണമെന്നൊക്കെ പറയാൻ തക്ക രീതിയിൽ ഇന്ത്യയുടെ CEO അത്ര തരം താണുപോയോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. You are watching Reporter Evening Show.